വെൽക്കം ടു another എപ്പിസോഡ് ഓഫ് ഷരീസ് വ്ലോഗ്സ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു മെസ്സി വ്ലോഗാണ്. മെസ്സി എന്ന് പറയാൻ കാരണം വീട് ഫുൾ മെസ്സിയായിട്ട് ഇരിക്കുകയാണ്. കാരണം നമ്മൾ റീലൊക്കേറ്റ് ചെയ്യാണ്. ഇവിടെ കൊച്ചിയിലെ ഞങ്ങളുടെ ഫ്ലാറ്റിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് വർക്കിൻ്റെ ആവശ്യത്തിനായിട്ട്. അപ്പോൾ അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളായിട്ട് വീട് അത്യാവശ്യം മെസ്സി ആക്കിയിട്ടുണ്ട്. സാധനങ്ങളെല്ലാം വലിച്ചു വാരി ബോക്സിലും പെട്ടിയിലും ഒക്കെ ആക്കിയിട്ടുണ്ട്. ഇതിലൊന്നും വെക്കാൻ ഏത് ബോക്സിൽ വെക്കണമെന്ന് അറിയാത്ത കൺഫ്യൂഷനിൽ കുറേ സാധനങ്ങൾ വെളിയിൽ കിടപ്പുണ്ട്. അങ്ങനെ പാക്കിങ് റീലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും മെസ്സി ആയിട്ടുള്ള ജോബാണ്. എന്തായാലും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. എത്ര മെസ്സിയായിട്ട് കിടക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം. പാക്കിങ് ആക്ച്വലി കുറച്ച് ദിവസം മുന്നേ കുറച്ചായിട്ട് തുടങ്ങിയതേ ഉള്ളൂ. ഇതിപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ് ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നത്. ഈ സാറ്റർഡേ സൺഡേ കൊണ്ട് വ്ളോഗ് കംപ്ലീറ്റ് ചെയ്യണം. വ്ളോഗെല്ലാം പാക്കിങ് കംപ്ലീറ്റ് ചെയ്യണം. പാക്കിങ് കംപ്ലീറ്റ് ചെയ്തിട്ട് ട്യൂസ്ഡേ ഈ മൂവേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ശരിക്കും പാക്കിങ് ചെയ്യും, ബട്ട് നമ്മൾ എല്ലാ സാധനങ്ങളും കൊണ്ട് പോകുന്നില്ല. സോ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മളിവിടെ വീട്ടിൽ തന്നെ വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊരു കൺഫ്യൂഷനാവും. നമ്മൾ അത്യാവശ്യം എല്ലാം പാക്ക് ചെയ്യാം. പിന്നെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് മാത്രം അവർ റാപ്പ് ചെയ്തെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ട്യൂസ്ഡേ അവർ പിക്ക് ചെയ്യാൻ വരുമ്പോഴത്തേക്കും ഇതെല്ലാം പാക്ക് ചെയ്ത് റെഡി ആക്കിയില്ലെങ്കിൽ പണിയാവും. പിന്നെ മൺഡേ ട്യൂസ്ഡേ എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ഡേ ആണ്, എനിക്ക് ഓഫീസുണ്ട്. അപ്പോൾ ആ ദിവസം നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് സാറ്റർഡേ സൺഡേ കൊണ്ട് എല്ലാ പാക്കിങ്ങും ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. ഇവിടുത്തെ മെസ്സി ആയിട്ടുള്ള അവസ്ഥ ഞാൻ കാണിച്ചു തരാം, വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ റീലൊക്കേഷൻ വ്ളോഗിൻ്റെ ഫസ്റ്റ് പാർട്ടാണിത്, പാക്കിങ്. ഇതൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബോക്സിലാക്കാൻ വേണ്ടി വെച്ചേക്കുക. കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ബോക്സിലാക്കി, കുറച്ച് ഡ്രസ്സൊക്കെ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചു. വേറെ ബാക്കിയുള്ള ബാഗൊക്കെ ഹോളിലിരിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ കുറച്ചൊരു ബാഗ് പാക്ക് ചെയ്തു. അങ്ങനെ ഒരു 10 കാർട്ടൂൺസാണ് നമ്മൾ പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സിനോട് പറഞ്ഞേക്കുന്നത്. 10 കാർട്ടൂൺസും പിന്നെ ഒരു ടി വിയും. അപ്പം അതിനകത്തേക്ക് 10 ഫിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. പിന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വേറൊരു ബോക്സിലാക്കി തിരിച്ച് ലോഫ്റ്റിൽ കയറ്റണം. അപ്പോൾ ആവശ്യമുള്ളതൊക്കെ ഫിറ്റ് ചെയ്യാൻ നോക്കുകയാണ്. പാത്രങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ എല്ലാം കൂടി ബോക്സിൽ ഇങ്ങനെ കറക്റ്റായിട്ട് കയറില്ലല്ലോ. അപ്പോൾ അതിനെ ഒന്ന് ഫിറ്റ് ചെയ്യിക്കാൻ നോക്കുകയാണ്. ആവശ്യമില്ലാണ്ട് അധികം എപ്പോഴും യൂസ് ചെയ്യാത്ത കുറച്ച് സാധനങ്ങളൊക്കെ പെട്ടിയിലും ബോക്സിലൊക്കെ ആക്കിയിട്ട് ഞാൻ തിരിച്ച് ലോഫ്റ്റിൽ വെക്കുക. ഞാൻ തുറന്ന് ഇരിക്കണ്ടല്ലോ, പൊടിയൊക്കെ ആവത്തില്ലേ. അപ്പോൾ തിരിച്ചിങ്ങനെ കുറച്ചെണ്ണം ബോക്സ് ചെയ്ത് ലോഫ്റ്റിൽ കയറ്റുവാണ്. അതിൻ്റെ കാഴ്ചയാണ് കാണുന്നത്. എല്ലാം കൊണ്ടുപോകുന്നില്ല, അതാണ് മെയിനായിട്ട് ഉള്ള കാര്യം. ബുജു അത് പിടിക്കും. ബുജുവിൻ്റെ കൈ മാറ്റിയിട്ട് അപ്പുറത്തുനിന്ന് പ്രസ് ചെയ്തോ. ഇത് ഇവിടുന്ന് പ്രസ് ചെയ്യും. ഇവിടുന്ന് പ്രസ് ഇതാ ഇത് പിടിച്ചോ. ആ പ്രസ്. ഹെവിയാണ്. എന്ത് ദൈവമേ, ശക്തിയുണ്ട്. ബുജു മസിൽ കാണിച്ച്. ഓ, അശോകന് ക്ഷീണമാവാമല്ലോ. അപ്പം നമ്മൾ പണിയെടുത്ത് രണ്ടുപേരും ജ്യൂസ് കുടിക്കുവാണ്. അപ്പോൾ ജ്യൂസ് ബ്രേക്ക് കഴിഞ്ഞിട്ട് ബാക്കി റാപ്പിംഗ്. അങ്ങനെ ബോക്സുകളൊക്കെ ആയിട്ടുണ്ട്. ഇനി ബാക്കി ടി വിയുടെ പാക്കിങ് 2 ദിവസം കഴിഞ്ഞിട്ട് പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സ് വരുമ്പോഴാണ്. ഇത് 2 to 3 days കഴിഞ്ഞിട്ട് ടി വിയും ബാക്കി ബോക്സസും മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സ് വന്ന ദിവസമുള്ളതാണ്. അപ്പോൾ ഒരു ടി വി പാക്ക് ചെയ്യുന്നതാണ്. ഞാൻ റെക്കോർഡ് ചെയ്തത് 2 കാര്യങ്ങളാണ്. വ്ളോഗിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ രണ്ടാമത് ആ ഒരു പ്രൂഫിന് വേണ്ടിയിട്ട് ജസ്റ്റ് റെക്കോർഡ് ചെയ്തതാണ് അവരുടെ ഫുൾ പാക്കിങ്ങും. ആക്ച്വലി നമുക്ക് ആദ്യം ഒരു പാക്ക് ചെയ്യുന്ന കണ്ടപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത് പൊട്ടാണ്ട് എത്തുമോ ഇല്ലയെന്നൊക്കെ ഉള്ളത്. പിന്നെ അവരുടെ റാപ്പിങ്ങും പിന്നെ ബാക്കിയൊരു നമുക്ക് ഇൻഷുറൻസും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഇങ്ങനെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് ആണെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ എമൗണ്ട് പേ ചെയ്ത് ഇൻഷുറൻസ് എടുക്കാം. സോ ഇൻ കേസ് ഓഫ് ഒരു ഡാമേജ് ആണെങ്കിൽ നമുക്ക് ആ ഒരു എമൗണ്ട്, നമ്മൾ ഇൻഷുർ ചെയ്ത എമൗണ്ട് നമുക്ക് കിട്ടും. നമുക്ക് ഇപ്പോൾ നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. 35,000-ൻ്റെ ഒരു എമൗണ്ട് പറഞ്ഞിട്ട് നമ്മളൊരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. ലൈക്ക് അതിനൊരു 1,000 to 2,000 നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം ഇൻഷുറൻസ് എമൗണ്ട് ആയിട്ട്. അപ്പോൾ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് 35,000 എന്നുള്ള എമൗണ്ട് തിരിച്ച് കിട്ടും എന്ന് ആണ് പറഞ്ഞേക്കുന്നത്. സോ നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. ബട്ട് എന്തായാലും അവരുടെ പാക്കിങ്
നമുക്കൊരു ടെൻഷനുണ്ട്. ഇതിപ്പോൾ ബാംഗ്ലൂർ എത്തുമ്പോൾ നമുക്കറിയാം അതെങ്ങനെ എത്തിയിട്ടുണ്ട് ഇല്ലേ എന്നുള്ളതൊക്കെ. നമ്മൾ ആ ചേട്ടന്മാരോടൊക്കെ കുറേ കാര്യം ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇതേപോലെ 3 TV അവരുടെ വണ്ടിയിൽ ഇരിപ്പുണ്ട്, പേടിക്കാനൊന്നുമില്ല എന്നൊക്കെയാണ്. ഹിന്ദിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ പേടിക്കാനൊന്നുമില്ല എന്നൊക്കെ വളരെ കൂളായിട്ട് അവർ സ്ഥിരം കാണുന്ന ഒരു രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ മാക്സിമം റാപ്പ് ചെയ്യുന്നുണ്ട്. അകത്തും റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബബിൾ റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, പുറത്തും ബബിൾ റാപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് പിന്നെ അവർ ഫുൾ റാപ്പ് ചെയ്തെടുത്തേക്കുന്നത്. സോ അതിൻ്റെ ഒരു ഇതുണ്ടാവും മാക്സിമം. പിന്നെ എല്ലാം ബോക്സസും അവരൊരു നമ്പർ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടാണ് മൂവ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഐറ്റംസ് മാത്രം ആയിരിക്കത്തില്ല അവരുടെ വണ്ടിയിൽ. ഇതെന്താ ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം എന്നല്ലേ? ഇത് ബുജുവിൻ്റെ സ്കൂൾ മാറ്റുവാണല്ലോ. നമ്മൾ ബാംഗ്ലൂർ പോകുമ്പോൾ ഇനി അവിടെ ഒരു സ്കൂൾ കണ്ടുപിടിച്ച് അവന് ചേർക്കണം. അപ്പോൾ ഇവിടെയുള്ള സ്കൂളിൽ നല്ല സ്കൂളായിരുന്നു, നല്ല ടീച്ചേഴ്സും ഒക്കെ ആയിരുന്നു, നല്ലൊരു എൻവയോൺമെൻ്റ് ആയിരുന്നു, നമുക്കൊക്കെ ഇഷ്ടപ്പെട്ടതായിരുന്നു. അപ്പം ഇതിപ്പോൾ അവരോടൊരു ലാസ്റ്റ് ഡേ, ബുജുവിൻ്റെ ലാസ്റ്റ് ഡേ, സ്കൂളിലെ ലാസ്റ്റ് ഡേയിൽ കേക്ക് കട്ടിങ്ങും പിന്നെ കുഞ്ഞുങ്ങളെല്ലാം കൂടി ചേർന്നൊരു കാർഡൊക്കെ കൊടുത്തായിരുന്നു. അവൻ സ്കൂളിൽ പോകാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് എനിക്കറിയില്ല അവന് മിസ്സാവോ ഇല്ലയെന്നൊന്നും. പക്ഷെ എന്തായാലും പോയല്ലേ പറ്റൂ. ഇത് ഞങ്ങൾ പോകുന്നതിൻ്റെ തൊട്ട് തലേന്നത്തെ ദിവസമാണ്. അപ്പം ഞങ്ങളിവിടെ കലൂർ പള്ളിയിലും അമ്പലത്തിലൊക്കെ പോയി ഒന്ന് ഓട്ടപ്രദക്ഷിണമായിരുന്നു. അപ്പോൾ ഇവിടെ അങ്ങനെ ജാതി മതമൊന്നൊരു പ്രശ്നമല്ല കേട്ടോ. ഹിന്ദുക്കളും എല്ലാവരും പോകുന്നൊരു സ്ഥലമാണ്. അപ്പം ഞാനും അവിടെ പോകാറുണ്ട് ഇടയ്ക്ക്. അപ്പോൾ അവിടെയും പോയി ഞങ്ങൾ വളഞ്ചമ്പലത്തുള്ള ഒരു അമ്പലത്തിലും പോയി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോവുകയാണ് അമ്പലത്തിലൊക്കെ പോയിട്ട്. ഇത് നമ്മൾ യാത്ര പോകുന്ന ദിവസമാണ്, സൺഡേ ആണിത്. അപ്പോൾ ഇന്ന് തിരക്കിലൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ലാസ്റ്റ് മിനിറ്റ് പാക്കിങ്ങും റഷും ഒക്കെ. ഫോട്ടോയ്ക്ക് മുന്നേയും ശേഷമുള്ള വിഷമവും കരച്ചിലും അതൊന്നും ഈ വീഡിയോയിലൊന്നും ഇൻക്ലൂഡഡ് അല്ല. പക്ഷേ എനിക്കിത് വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ, ഞാനിവിടെ ബാംഗ്ലൂരാണ്, അപ്പം ഈ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പം തന്നെ എനിക്ക് ആ ഒരു മൊമെൻറ്റ്സ് ആലോചിച്ചിട്ട് നല്ല വിഷമമുണ്ട്. അപ്പോൾ അതൊന്നും അന്നത്തെ ദിവസം വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. ഇത് നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ്. നേരത്തെ വീഡിയോ ഒന്നും എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. നമ്മൾ എയർപോർട്ടിലെത്തി. എപ്പോഴത്തെയും പോലെ തന്നെ ലേറ്റായിട്ട് തന്നെ എയർപോർട്ടിലെത്തിയോണ്ട് നമ്മൾ സ്പീഡ് വിങ്സിൻ്റെ സർവീസ് എടുത്തു. അവരുടെ സർവീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോസസ്സ് സ്പീഡപ്പ് ചെയ്യാൻ പറ്റും. അതായത് ക്യൂ ഒന്നും ഇല്ലാണ്ട് നമുക്ക് ബൈപ്പാസ് ചെയ്ത് പെട്ടെന്ന് പോകാൻ പറ്റും. അപ്പോൾ അവർ 2 ടൈപ്പ് സർവീസാണുള്ളത്. ഒന്ന് അവരുടെ ബോർഡിംഗ് ഗേറ്റ് വരെയുള്ളത്, ഒന്ന് ജസ്റ്റ് സെക്യൂരിറ്റി ചെക്ക് ഇൻ കഴിയുന്ന വരെയുള്ള സർവീസാണുള്ളത്. നമ്മൾ സെക്യൂരിറ്റി ചെക്ക് ഇൻ കഴിയുന്ന വരെയാണ് ഇത്തവണ എടുത്തത്. കാരണം ബോർഡിംഗ് ഗേറ്റ് വരെയുള്ള യൂഷ്വലി എടുക്കാറില്ല. പക്ഷെ നമുക്ക് തോന്നി ബോർഡിംഗ് ഗേറ്റ് വരെയുള്ളത് ആവശ്യമില്ല, സെക്യൂരിറ്റി ചെക്ക് ഇൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തനിയെ പോകാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ബോർഡിംഗ് ഗേറ്റ് വരെ എടുത്തില്ല. പക്ഷേ നമ്മൾ അത്രയും ലേറ്റ് ആയതുകൊണ്ട് കൂടെ വന്ന ചേട്ടൻ ടെൻഷൻ കാരണം ചേട്ടൻ ബോർഡിംഗ് ഗേറ്റ് വരെ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തു. പക്ഷെ ഞങ്ങൾക്കിതൊരു പുത്തിരി അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കൂളായിട്ട് നടക്കുമായിരുന്നു. ഇതിപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ ബോർഡിംഗ് ആക്ച്വലി തുടങ്ങി. പക്ഷെ നമ്മളിപ്പോൾ ബോർഡിംഗ് തുടങ്ങിയിട്ട് നല്ല ക്യൂ ഉള്ളതുകൊണ്ട് ജസ്റ്റ് അവിടെ നിന്ന് ഫുഡ് എന്തെങ്കിലും മേടിച്ചാലോ എന്ന് നോക്കി കറങ്ങുമായിരുന്നു. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. നമുക്ക് കാണാം, ഇവിടെ നിന്ന് ആ ക്യൂ മൂവ് ചെയ്യുന്ന കാണാം. ആ ഒരു ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഫുഡൊക്കെ നോക്കി നടന്നപ്പോഴാണ് ഓർത്തത് നമ്മൾ ഫ്ലൈറ്റിൽ ഓൾറെഡി ഫുഡ് പറഞ്ഞിട്ടുണ്ട്. സോ അതിട്ടോർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ഫ്ലൈറ്റിൽ ഓക്കെ. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? എയർപോർട്ടിലാണല്ലോ നമ്മൾ ഫ്ലൈറ്റ് കയറിയല്ലോ. ഫ്ലൈറ്റിലൊക്കെ കയറി സെറ്റായി നല്ല മഴയായിരുന്നു. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാറായി. നല്ല മഴയായിരുന്നു. കാരണം ഫ്ലൈറ്റിൽ കയറിയിട്ട് നല്ല ടർബുലൻസ് ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡൊക്കെ കിട്ടി. നമുക്ക് വയറ് നിറയെ കഴിക്കാനുള്ള ഫുഡൊന്നും ഉണ്ടായിരുന്നെങ്കിലും മിനിമം വിശപ്പ് മാറാനുള്ള ഫുഡൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ബറീസിൻ്റെ മിക്സ്, ജ്യൂസ്, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് 3 പേർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ കൊച്ചിയിൽ നിന്ന് പോവുകയാണ്. നമ്മുടെ ഈ വ്ളോഗിൻ്റെ ഫസ്റ്റ് പാർട്ട്, അതായത് കൊച്ചി ബാംഗ്ലൂർ റീലൊക്കേഷൻ വ്ളോഗിൻ്റെ ഫസ്റ്റ് പാർട്ട് അങ്ങനെ എൻഡ് ചെയ്യുവാണ്. സെക്കൻഡ് പാർട്ട് അപ്പം നമ്മൾ ബാംഗ്ലൂർ എത്തിയതിന് ശേഷം കാണാം.
അപ്പോൾ ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.